അതിർത്തി കടന്ന് പാക് മണ്ണിൽ കയറി തങ്ങളുടെ പൗരന്മാരെ ഇന്ത്യ വകവരുത്തി എന്ന് പാകിസ്ഥാൻ ഒരു വലിയ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. ഇന്ത്യ രൂക്ഷമായ രീതിയിലാണ് ഇതിനെതിരെ പ്രതികരിച്ചിരിക്കുന്നത്. ഇന്ത്യ പറയുന്നത് അതായത് കയ്യിലിരിപ്പ് കൊണ്ടാണ് സംഭവിക്കുന്നത്, ഇല്ലെങ്കിൽ നിങ്ങൾ വിതച്ചതാണ് നിങ്ങൾ കൊയ്യുന്നത്. സ്വന്തം തെറ്റ് മറച്ചു പിടിക്കാൻ മറ്റുള്ളവരുടെ മേൽ കുറ്റം ചാർത്തുന്നത് പാകിസ്ഥാൻ ഇത് ആദ്യമായിട്ടല്ല. നിങ്ങൾ വളർത്തിക്കൊണ്ടുവന്നില്ല, നിങ്ങൾ വളർത്തിയ തീവ്രവാദമാണ് നിങ്ങൾക്ക് തിരിച്ചടി നൽകിയിരിക്കുന്നതെന്ന് ഇന്ത്യയുടെ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് തങ്ങളുടെ മേൽ കുറ്റം ആരോപിക്കുന്നതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ലോകത്തിനറിയാം. കാരണം നിങ്ങൾ വിതച്ചത് നിങ്ങൾ കൊയ്യും, നിങ്ങൾ അറിയിക്കുന്നത് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. കാരണം നമുക്കറിയാം അജ്ഞാതരാണ് കൊലപ്പെടുത്തുന്നത്, അവിടുത്തെ തന്നെ ചില ഗ്രൂപ്പുകളാണ് എന്നാണ് ഇന്ത്യ പലപ്പോഴും പറയാറുള്ളത്. ഏതായാലും കഴിഞ്ഞ വർഷം സിയാൽകോട്ടിലും റാവൽകോട്ടിലും 2 ഭീകരരെ അജ്ഞാതർ കൊലപ്പെടുത്തിയിരുന്നു. ഇതാണ് ഇപ്പോഴത്തെ വിവാദത്തിന് കാരണമായിരിക്കുന്നത്. ഈ അജ്ഞാതർ എന്ന് പറയുന്നത് ചെറിയ പുള്ളികളല്ല, ഇന്ത്യ നോട്ടപ്പെട്ട പുള്ളികളാണ്. ഒപ്പം തന്നെ അവിടെ വലിയ പിന്തുണയുള്ള ഭീകരന്മാർക്ക് വലിയ പിന്തുണയുള്ള 2 ഭീകരന്മാർ കൂടിയാണിത്. അതിൽ ഒന്ന് കാശ്മീരിലെ ധാൻഗി ഭീകരാക്രമണത്തിന് മുഖ്യ സൂത്രകാരൻ അബു കാസിം അജ്ഞാതനാണ് കൊലപ്പെടുത്തിയത്. മറ്റൊന്ന് ജെയ്ഷെ മുഹമ്മദ് തലവനായ മസൂദ് അഹമ്മദിൻ്റെ അടുത്ത ബന്ധു ഷാഹിദ് ലത്തീഫ്. ഈ ഷാഹിദ് ലത്തീഫിൻ്റെ മരണത്തിന് ശേഷം പാകിസ്ഥാനിൽ വലിയ രീതിയിലുള്ള കലാപവും പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും ഇതിൻ്റെ പിന്നിൽ ഇന്ത്യയാണ്, ഇന്ത്യൻ ഏജന്റുമാർ കടന്നു കയറി കൊല്ലുകയായിരുന്നു എന്നാണ് പാകിസ്ഥാൻ ഇപ്പോൾ പറയുന്നത്. ഏതായാലും കൊല്ലപ്പെട്ടവർ നല്ല പുള്ളികളല്ല, ഭീകരർ തന്നെയാണ്. അജ്ഞാതർ കൊന്നാലും ആര് കൊന്നാലും. ഏതായാലും പാക് വിദേശകാര്യ സെക്രട്ടറി മുഹമ്മദ് സൈർ സജ്ജാദി ഖാസിയാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ഇന്ത്യയാണ് ചെയ്തത്. ഏതായാലും ഇപ്പോൾ ഒന്നുകൂടി ഇന്ത്യ പാക് ബന്ധം വഷളായി തുടങ്ങുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.